നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ഹരീഷനാണ്, സാമൂഹ്യ നിരീക്ഷകനാണ്. നമ്മുടെ സിനിമാ രംഗം വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു. നമുക്കറിയാം, ഈ കേരളത്തിലെ താരങ്ങളുടെ ഒരു സംഘടന പോയിട്ട് അവരുടെ പലരുടെയും സംരക്ഷണവും കൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരു സംഘടന, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അമ്മ. അപ്പോൾ അതില് ധാരാളം സംഭാവനകളും കോൺട്രിബ്യൂഷൻസും ഒക്കെ കിട്ടുന്നുണ്ട്. സബ്സ്ക്രിപ്ഷനായിട്ടൊക്കെ ഒരുപാട് പേര് വലിയ നടന്മാരൊക്കെ ഒരുപാട് പൈസ സംഭാവനയായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിനകത്ത് ടാക്സ് എക്സെപ്ഷനും കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ വിഷയം വന്നിരിക്കുന്നത്, കഴിഞ്ഞ മീടു റെവലേഷൻസിന് ശേഷം അമ്മയ്ക്കകത്ത് പല സെൻട്രിക് ഉൾപ്പെടെയുള്ള പല നടന്മാരും മാറേണ്ടി വരികയും, ഇത് ആ ദിലീപ് ആ നടിയെ ആക്രമിച്ചതുമായതിനു ശേഷമുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റാണ് കൂടുതലായിട്ട് വന്നത് വരികയും, അതിനുശേഷം സ്ത്രീകളെ 90% സ്ത്രീകളുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് ഒരു പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ശകലം വിവാദങ്ങളിൽ ഉൾപ്പെട്ട ഒരു നായികയും കൂടെ ആയിരുന്നു ശ്വേതാ മേനോൻ. ശ്വേതാ മേനോൻ അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് 1 വർഷം അതിനെ ഏകദേശം ഭംഗിയായിട്ട് നയിച്ചോണ്ട് വന്നപ്പോഴത്തേക്കാണ് ജനമോടിയിൽ വെച്ചിട്ട് അവരെ രാജി പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചത്, പ്രകോപിപ്പിച്ച് അവരെ രാജിവെക്കുകയും അതിനുശേഷം തുഷാരടി രംഗത്ത് വരികയും ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത്, അമ്മയുടെ ഒരു പ്രോഗ്രാം ഒരു അമ്പല കമ്മിറ്റിയാണ്, അതായത് വിവാദ വ്യവസായി ആയിട്ടുള്ള നന്ദകുമാർ ചെയർമാനായിട്ടുള്ള ഒരു അമ്പല കമ്മിറ്റിയാണ് 75 ലക്ഷം രൂപയുടെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. അപ്പോൾ ഒരു അമ്പലത്തിന്റെ സ്പോൺസർഷിപ്പ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില നടിമാരും അതിനെ ബഹിഷ്കരിക്കുകയും, അതുമായിട്ട് ഉള്ള കോൺട്രവേഴ്സിയുടെ അവസാനമായിട്ടാണ് ഈ ഭരണസമിതിയുടെ മാറ്റവും തിരിച്ച് പിഷാരടിയുടെ കയറ്റവും വീണ്ടും പിഷാരടിയുടെ ഇറക്കവും ശ്വേതാ മേനോന്റെ കയറ്റവും വീണ്ടും വരുന്നത്. എന്താണ് ഈ അമ്മ ഉമ്മയായി മാറുന്നു എന്നുള്ള ഒരു ക്യാപ്ഷൻ നമ്മൾ പലപ്പോഴും കണ്ടു. ഇതിന്റെ താങ്കൾക്കറിയാവുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? ഈ അമ്മ ഓർഗനൈസേഷനിൽ മൊത്തം മുഴുവൻ സിനിമയിൽ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 10-15 വർഷക്കാലത്തിനിടയിൽ വലിയ രീതിയിൽ ഡ്രാസ്റ്റിക് ആയിട്ട് അതിലൊരു മാഫിയ പിടിമുറുക്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തിലേക്ക് സിനിമാ വ്യവസായം, മലയാള സിനിമാ വ്യവസായം ഷിഫ്റ്റ് ആവുകയും അവിടെ ഒരു മാഫിയ ശക്തിപ്പെടുകയും ചെയ്തു. അവർക്ക് അവരുടേതായ ചില അജണ്ടകൾ, മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു മാഫിയ വളരെ ഇതിനകത്തേക്ക് കയറി വരികയും അത് സിനിമയിലേക്ക് ഒരു ഷിഫ്റ്റ് നടത്തുകയും അവരുടേതായ ആശയങ്ങൾ നടപ്പിലാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് സിനിമയെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ആ സിനിമകൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ചില സിനിമകളിൽ മോഹൻലാൽ അവരെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ്, നായർ ലോബിയുടെ ആളായി അദ്ദേഹം പുനരവതരിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷമായിട്ട് അവരുടെ സിനിമകൾ ചിലത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കാണുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമയിലൊക്കെ നമുക്ക് മഹേഷിൻ്റെ പ്രതികാരത്തിലൊക്കെ അതിൽ വളരെ കൃത്യമായി എവിഡൻ്റ് ആയിട്ട് ആ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അജണ്ടകൾക്ക് വേണ്ടിയിട്ട് സിനിമ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടേക്ക് ഒരു ഇസ്ലാം നാമധാരിക്കെതിരെ ഒരു ആരോപണം ഉയർന്നാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയ പ്രശ്നമാണ്. അതൊരു വലിയ പ്രശ്നമായി. ഇവിടെ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദുവിന് ആരോപണം ഉയരുന്നത് പോലെ അല്ല അമ്മയ്ക്കകത്ത് ആ രീതിയിലുള്ള ഒരു ആരോപണം ഉയരുന്നത്. ഒരു ഇസ്ലാം ആരോപണം ഉയർന്നാൽ അവിടെ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ട് ആൾക്കാർ മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു കാഴ്ച, അത് ഒരു പോസിറ്റീവായ ഒരു കാഴ്ചയല്ല, അതൊരു നെഗറ്റീവായ കാഴ്ച തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും മതപരമായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു കലാകാരനിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയം, പലർക്കും വ്യക്തിപരമായി അവരുടേതായ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. പക്ഷേ ആ രാഷ്ട്രീയം കലയിലേക്ക് കടന്നുകൂടുക, കലാകാരന്മാർ പരസ്പരമുള്ള അടുപ്പത്തിലേക്ക് കടന്നുകൂടുക എന്നത് വളരെ മോശമായിട്ടുള്ള പ്രവണത തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ശ്വേതാ മേനോൻ നയിച്ചിരുന്ന കമ്മിറ്റിയുടെ പ്രശ്നമായിട്ട് അവർ പറയുന്നത്, ശ്വേതാ മേനോൻ ഈ 75 ലക്ഷം അല്ലെങ്കിൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് കണക്ക് മര്യാദയ്ക്ക് ബോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ
കണക്ക് കൃത്യമായി കാണിച്ചില്ല എന്നതാണ്. പക്ഷേ ആ കമ്മിറ്റിയിൽ നടന്നതും പുറത്തറിഞ്ഞതും അതേപോലെ തന്നെ ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് പുറത്തറിഞ്ഞതുമായ വിവരങ്ങൾ, അതെ റിലീസ് എന്നാണ് പിഷാരടി പറഞ്ഞത്. അപ്പം ഫോണിലെ ലീക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നടന്നത്, അതായത് ശ്വേതാ മേനോൻ വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ബാബുരാജ് ഏട്ടൻ, അവരുടെ മുറി മലയാളത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ബാബുരാജ് ഏട്ടൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തേ 2 കോടി രൂപ വാങ്ങിക്കൊണ്ട് BJP-യിലേക്ക് അംഗങ്ങളെ ചേർക്കുവാൻ വേണ്ടി ശ്വേത ശ്രമിച്ചു എന്ന്. അതിനെ ആരും എതിർത്തില്ല. ഇവർക്ക് പിന്തുണയുമായി വന്ന കൊല്ലം തുളസിയെ അവർ മാറ്റി നിർത്തി, മൈക്ക് തട്ടിപ്പറിച്ചു. അത് തട്ടിപ്പറിച്ചത് സിദ്ദിഖാണ് എന്ന് പറയുന്നുണ്ട്. സിദ്ദിഖിക്ക് അങ്ങനെ മൈക്ക് തട്ടിപ്പറിച്ചു. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും, ഇപ്പോൾ മല്ലിക സുമാരനെ പോലെയുള്ള പരിണിതപ്രജ്ഞയായ ഒരു നടി, വളരെ ദീർഘനാളത്തെ പരിചയമുള്ള 70 വയസ്സ് കഴിഞ്ഞ അവരെ സംസാരിക്കാൻ അനുവദിച്ചില്ല. ഇങ്ങനെ പല കാര്യങ്ങളും അതിനിടയിൽ തന്നെ ശ്വേതാ മേനോൻ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. അത് ഒരു മോശമായ പ്രവണതയാണ്. ഇപ്പോൾ ഒരു പാർട്ടിക്ക് മാത്രമായിരിക്കില്ലല്ലോ സംസാരിക്കാൻ ഉണ്ടാകുക, മറുകക്ഷിക്കും ഉണ്ടാകുമല്ലോ സംസാരിക്കാൻ. അവരെ എന്തുകൊണ്ട് അനുവദിച്ചിട്ടില്ല? അത് മാത്രമല്ല, ഇതിനകത്ത് മാലാ പാർവതി എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മാലാ പാർവതി അവരുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അവർക്കൊരു നിലപാട് വളരെ കൃത്യമായി പറയുന്ന, വളരെ ശക്തമായൊരു നിലപാടുള്ളൊരു സ്ത്രീയായി ബോധ്യപ്പെട്ടിട്ടില്ല. പല കാര്യങ്ങളും അവർ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നതും മറ്റു പല കാര്യങ്ങളുമായിട്ട് വിലയിരുത്തി നോക്കുമ്പോൾ, ഇപ്പോൾ മകൻ്റെ ഒരു വിഷയം വന്നു, അവരുടെ മകൻ്റെ ഒരു വിഷയം വന്നു. ഈ സീമ എന്ന ഒരു ട്രാൻസ്ജെൻഡർ, വളരെ അഭിമാനകരമായി കേരളത്തിൽ ബിസിനസ് ചെയ്തു പോകുന്ന സീമ എന്ന ഒരു ട്രാൻസ് യുവതിക്ക് ഇവർ വളരെ അശ്ലീലമായിട്ട് ലൈംഗിക ചുവയോടുകൂടി, ലൈംഗിക ചുവ എന്നതിനപ്പുറം ലിംഗത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് അയക്കുകയും വളരെ മോശമായി അവരോട് സമീപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് സീമയുടെ കൂടി പിന്തുണയാണ് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് സംസാരിക്കുകയുണ്ടായി അവർ. ഈ സ്ത്രീയാണ് സൂര്യനെല്ലി കേസിനെ കുറിച്ചും സ്ത്രീ അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചത്. അത് ബാധിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇവരൊന്നും സംസാരിക്കാറുമില്ല. അപ്പൊ ഈ രീതിയിൽ ഇരട്ടത്താപ്പിന്റെ കൂടി വക്താവാണ് ഈ മാലാ പാർവതി എന്ന് പറയുന്നത്. മാലാ പാർവതിയാണ് ഇതിനകത്ത് ചുക്കാൻ പിടിച്ചത് എന്ന് പറയുമ്പോൾ അവർക്ക് വ്യക്തമായ മറ്റു പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്, മറ്റു പല ഗൂഢ ഉദ്ദേശങ്ങളും ഉണ്ട് എന്ന് സ്വാഭാവികമായി സംശയിക്കാം. ഇതിനകത്ത് ഇപ്പോൾ കലങ്ങി മറിഞ്ഞാണ് ഇപ്പോൾ അമ്മ ഇരിക്കുന്നത്. ആ അമ്മയിൽ നിന്ന് സീനിയേഴ്സ്, അമ്മയുടെ തന്നെ സീനിയേഴ്സ് അധികാരത്തിലേക്ക് വരും. വളരെ നിഷ്പക്ഷമായിട്ട് അസൂയാരഹിതമായിട്ട് തീരുമാനങ്ങൾ എടുത്തിരുന്ന മോഹൻലാലിനെ പോലുള്ള, മമ്മൂട്ടിയെ പോലുള്ള പഴയ നല്ല വളരെ കൃത്യമായ ഇന്നസെന്റ് മരിച്ചുപോയി. അപ്പം ഇനി അവിടെ ഒരു സാധ്യതയില്ല. അപ്പം അതേപോലെയുള്ള വളരെ നിഷ്പക്ഷമായി പെരുമാറാൻ ശക്തിയും ശേഷിയുമുള്ള ആൾക്കാർ വീണ്ടും അവിടേക്ക് വരേണ്ടതുണ്ട്. അതായത് പഴയ ആൾക്കാർ മാത്രമല്ല, പുതിയ ആൾക്കാരെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കൾച്ചർ, അമ്മയുടെ ഒരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. പിന്നെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വെസ്റ്റഡ് ഇൻട്രസ്റ്റോടുകൂടി പെരുമാറുന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല. അവർക്ക് അവരുടേതായ രീതിശാസ്ത്രങ്ങളിലൂടെയും അവർക്ക് എക്സ്പ്രസ് ചെയ്യാം, സിനിമയിലൂടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഒരു കാരണവശാലും, ഇപ്പോൾ രമേശ് പിഷാരടി തന്നെ നിയമസഭയിൽ ഉദ്ധരിച്ച ഒരു കാര്യം തന്നെ സൂചിപ്പിക്കുകയാണ്, രാഷ്ട്രീയമായ വർഗീയതയുണ്ട് ഇവിടെ. രാഷ്ട്രീയമായ വർഗീയത പാടില്ല. മതപരമായ വർഗീയത പോലെ തന്നെ ഒരു പാർട്ടിയിലായിപ്പോയി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും, ശ്വേത അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നല്ല, ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും മാനുഷിക മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മ കലയിലൂടെ ചൂണ്ടിക്കാണിക്കേണ്ടവനുമാണ് കലാകാരൻ. അല്ലാതെ കലാകാരൻ കേവലം ഇൻക്ലൈൻഡ് ആയിട്ട് പക്ഷപാതപരമായി പെരുമാറിയാൽ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. അതായത് നമ്മൾ മുമ്പ് കാണുന്ന സ്വപ്നമോ രാക്കിനാവുകളല്ലേ സുപ്രഭാതത്തിൻ പൂവുകളെല്ലാം എന്ന് വൈലോപ്പള്ളി ഒരിക്കൽ പാടിയതുപോലെ അത്തരത്തിൽ സ്വപ്നം കാണേണ്ടവനാണ് കലാകാരൻ. കലാകാരൻ നാളേക്കുള്ള മാറ്റത്തിന് വേണ്ടിയിട്ട് ഇന്നേ പേന ചലിപ്പിക്കുകയും തനിക്ക് വേണ്ട എല്ലാ ശേഷികളും ഉപയോഗിക്കേണ്ട ആളുമാണ് കലാകാരൻ. അത്തരത്തിൽ അമ്മ പെരുമാറണം എന്നതാണ് എൻ്റെ ഇതിൽ ഉള്ള ഒരു അഭിപ്രായം. ആ രീതിയിൽ അമ്മയിൽ സ്വഭാവത്തിൽ, അമ്മയുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അമ്മ തിരിച്ചു
പിടിക്കേണ്ടതുണ്ട്. അത് അമ്മയെന്നോ ഉമ്മയെന്നോ ഏത് അർത്ഥത്തിൽ പെരുമാറുന്നു എന്നതല്ല, അതിനപ്പുറത്തേക്ക് കലാകാരൻ എന്ന അവരുടെ ഒരു സ്വഭാവത്തെ അവർ തിരിച്ചു പിടിക്കണം എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഇന്നസെന്റ് അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നപ്പോൾ പോലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മുടെ പിഷാരടിയും കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് പിഷാരടിയും ജഗദീഷിനെയും സലീം കുമാറിനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെല്ലാം ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ അവർക്ക് പല ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ അമ്മയുടെ ഒരു തകർച്ച തുടങ്ങുന്നത് ഇന്നസെന്റിന്റെ മരണത്തോടെയാണെന്ന് നമുക്ക് പറയാം. ഇന്നസെന്റ് വിടവാങ്ങുമ്പോഴത്തേക്ക് അമ്മ അനാഥമായി പോയി എന്ന് പലരും ചിന്തിച്ചു. അപ്പോ ഇടവേള ഭാഗത്ത് തോന്നുന്നു ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും നടന്നില്ല. മാത്രമല്ല അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന ഒരു പിളർപ്പിലോട്ട് പോകുന്നുണ്ടോ എന്നാണ് വീക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം.